പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകനുമായ ഡോക്ടർ മോഹൻ വർഗീസ് ഇപ്പോൾ വൈകുന്നേരം വാർത്താ നേരത്തിൽ ചേരുകയാണ്. സ്വാഗതം സാർ. സാർ, ഇപ്പോൾ ട്രംപിൻ്റെ ഒരു നിലപാട്, ട്രംപ് ഇപ്പോൾ G7 ഉച്ചകോടിയിൽ നിന്ന് നേരെ തിരിച്ച് വാഷിങ്ടണിലേക്ക് പോയിരിക്കുന്നു. കഴിഞ്ഞ രാത്രി എനിക്ക് തോന്നുന്നു ഇറാനികൾ ഒരിക്കലും മറക്കാനാകാത്ത തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ പോയി. അങ്ങനെ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ളൊരു മുന്നറിയിപ്പായിട്ട് ഇപ്പോൾ ട്രംപ് പറയുന്നു, വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ടെഹ്റാനിൽ നിന്നുള്ളവർ ഒഴിഞ്ഞു പോകണമെന്നുള്ളൊരു ആവശ്യം. ഇപ്പോൾ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്താൻ പോകുന്നത്? ആൽബർട്ടോയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന G7 ഉച്ചകോടിയിൽ നിന്നും ട്രംപ് പിൻവാങ്ങുകയായിരുന്നു കഴിഞ്ഞ രാത്രി. ട്രംപ് തിരിച്ച് വാഷിങ്ടണിലേക്ക് എത്തുകയും ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു യുദ്ധമുറി തന്നെ തുറങ്ങുകയും ചെയ്യുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആ പ്രദേശത്തേക്ക് ഓൾറെഡി അമേരിക്കൻ യുദ്ധക്കപ്പലായ, അതായത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS കാൾസൺ ഒരു പ്രദേശത്തുണ്ട്. മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി അങ്ങോട്ട് പോവുകയാണ്. അപ്പം നിമിറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു വലിയ യുദ്ധക്കപ്പൽ മാത്രമല്ല, വിമാനവാഹിനി കപ്പൽ ആ പ്രദേശത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിഴക്കൻ തീരങ്ങളിലാണ്, ഇപ്പോൾ പൂർവേഷ്യയിലാണ്, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള കപ്പൽ ഇപ്പോൾ സാവകാശം അങ്ങോട്ട് നീങ്ങുന്നു. അതിനർത്ഥം ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് കൂടി യുദ്ധത്തിൽ ചിലപ്പോൾ ചേരേണ്ടി വന്നേക്കാം എന്ന പ്രതീതി ജനിക്കുകയാണ് ഇപ്പോൾ. ഇത് മാത്രമല്ല, 50,000-ൽ പരം US ട്രൂപ്സ് ആ ഭാഗത്തുണ്ട്. അത് പല രാജ്യങ്ങളിലായി, സൗദി അറേബ്യയിലും ഒമാനിലും അതുപോലെ ഖത്തറിലും UAE-യിലും ബഹ്റൈനിലും എല്ലാം തന്നെ അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട്. അതോടൊപ്പം തന്നെ പേർഷ്യൻ ഗൾഫിന് വടക്കുള്ള ഇറാഖിലും സിറിയയിലും അമേരിക്കൻ താവളങ്ങളുണ്ട്. ഈ താവളങ്ങളുടെ സുരക്ഷ ഒരു വിഷയമാണ് ഒരു വശത്ത്. പക്ഷെ അമേരിക്കയെ ആക്രമിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ള തിരിച്ചടി അതിരൂക്ഷമായിരിക്കും. അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കാൻ അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇറാന് സാധ്യമാവും എന്ന് കരുതാനാവില്ല. അതുകൊണ്ട് അമേരിക്ക എല്ലാ പഴുതുകളും അടച്ചുള്ള നീക്കങ്ങളാണ്. ആത്യന്തികമായി ഇസ്രയേലിന് സഹായം അമേരിക്കയിൽ നിന്ന് എത്തും എന്ന ഉറപ്പ് ഇസ്രയേലിനുണ്ട്. ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ എക്കാലത്തും ഇസ്രയേലിനോടൊപ്പമായിരുന്നു എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുന്ന സമയത്ത് അങ്ങനെയാണ് എന്ന് തോന്നിയാൽ ഇപ്പോൾ ആ രീതിയിൽ അപകടത്തിലല്ല. കാരണം ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ അയൺ ഡോമിനെ കുറെയൊക്കെ തടുക്കാൻ കഴിയുന്നുണ്ട്. അപൂർവം ചില മിസൈലുകൾ ഇസ്രയേലിന്റെ മണ്ണിൽ വീഴുന്നുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹൈഫയിൽ ഉൾപ്പെടെ തുറമുഖ നഗരമായ ഇക്കോണമിയുടെ നെർവ് സെന്ററായ ടെൽ-അവീവിന് വടക്ക് 150 കിലോമീറ്റർ വടക്കുള്ള ഹൈഫയിൽ വലിയ നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത്. എണ്ണ സംഭരണശാലയ്ക്ക് തീപിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തു. അത് തീർച്ചയായിട്ടും അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം തന്നെയാണ്. അതുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന കാര്യങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ ലോകത്തിന് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇസ്രയേലും ഇറാനും തന്നെ മാത്രമാണ് രംഗത്തുള്ളത്. മറ്റൊരു രാജ്യവും നേരിട്ട് രംഗത്ത് വന്നിട്ടില്ല ഈ നിമിഷം വരെ. പക്ഷെ അടിയും തിരിച്ചടിയുമായി കാര്യങ്ങൾ മുന്നേറുമ്പോൾ പിന്നെ സമാനതകളില്ലാത്ത നാശനഷ്ടങ്ങളാണ് രണ്ട് രാജ്യങ്ങളിലും ഉണ്ടാക്കുന്നത്. 1973 അവസാന അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇസ്രായേലി മണ്ണിലേക്ക് വിദേശ ശക്തികൾ ആക്രമണം നടത്തിയിട്ടില്ല. ഒക്ടോബർ 7, 2023 ഹമാസിന്റെ ഭാഗത്ത് നടന്ന ആക്രമണത്തിൽ 1250ഓളം ജീവൻ പൊലിഞ്ഞു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ യുദ്ധം ആ രീതിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേൽ പക്ഷേ ബാറ്റിൽ റെഡിയാണ്, ബാറ്റിൽ വർത്തിയായി നിൽക്കുന്നു. ഇറാനും ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്ന ആക്രമണം തന്നെയാണ് ഇസ്രായേലിൽ നിന്നും വരുന്നത്. പക്ഷേ അതിന്റെ തോത് വളരെ കൂടുതലാണ്. ഇന്റർമീഡിയറ്റ് എയിം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എയിം എന്ന് പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് തകർക്കുക എന്നതാണ്. അതുകൊണ്ട് ഇറാൻ ആണവ ശക്തി ആകുന്നതിൽ നിന്നും ഉടനടി തന്നെ ഇറാനെ തടയുക, അതിന് ആണവ നിലയങ്ങൾ ആക്രമിക്കുക. അത് നമ്പർ 1. നമ്പർ 2, അതിന്റെ വാഹകശേഷി അല്ലെങ്കിൽ ഡെലിവറി മെക്കാനിസം. ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കാര്യമില്ല, അത് വഹിച്ചുകൊണ്ട് പോകാൻ ഒന്നെങ്കിൽ വിമാനങ്ങൾ വേണം, അല്ലെങ്കിൽ മിസൈലുകൾ വേണം. വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകളുടെ വൻ ശേഖരം ഇറാൻ ഉള്ളതുകൊണ്ട് മിസൈൽ നിർമ്മാണ യൂണിറ്റുകളിലേക്കും സംഭരണ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നേടുക എന്നുള്ളതാണ് രണ്ടാമത്തെ പദ്ധതി. മൂന്നാമത്തേത്, ഇതൊക്കെ താൽക്കാലികമായ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പൂർണ്ണ സുരക്ഷയാണ്. അങ്ങനെയെങ്കിൽ ഒരു റെജീം ചേഞ്ച്, ഒരു ഭരണമാറ്റം ഇറാനിൽ സംഭവിക്കണം. ഇറാനിൽ അങ്ങനെ ഒരു ഭരണമാറ്റം സംഭവിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതീവ എൻട്രഞ്ച്ഡ് ആണ്, ഡീപ്ലി എൻട്രഞ്ച്ഡ് ആണ് ഇറാന്റെ അയത്തുള്ള ഖൊമേനി നയിക്കുന്ന ഒരു കൺസർവേറ്റീവ് ഭരണ സംവിധാനം. അവിടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നയാൾ മാപ്പുസാക്ഷിയാണ്. ഇറാനിയൻ പരമോന്നത നേതാവ് അനുവദിക്കുന്ന ആളുകൾ മാത്രമേ ഇലക്ഷൻ മത്സരിക്കൂ. ആര് ജയിച്ചാലും ആ പ്രസിഡന്റിന്റെ ആദ്യ കൂറ് അയത്തുള്ള അലി ഖൊമേനിയോടായിരിക്കും.
അപ്പൊ ആയത്തുള്ള അലി ഖൊമനേയി അൺസീറ്റ് ചെയ്യപ്പെടണം. കഴിഞ്ഞ ദിവസം വരെ അമേരിക്ക പറഞ്ഞിരുന്നത് ഡോണ്ട് ടച്ച് ദി സിവിലിയൻ ലീഡർഷിപ്പ് കോൾഡ് ദ പ്രസിഡന്റ്, ഡോണ്ട് ടച്ച് ദി റിലിജിയസ് ക്ലറിക്സ് ഇൻക്ലൂഡിംഗ് ദ ടോപ്പ് പേഴ്സൺ കോൾഡ് ആയത്തുള്ള അലി ഖൊമൈനി. അത് ചെയ്യരുത്. അത് ഇസ്രായേൽ അത് അനുസരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എങ്ങനെയാണ് ഭരണമാറ്റം ഉണ്ടാവുന്നതും ഇറാനിൽ ഒരു ഭരണമാറ്റമാണ്. ഒരു പരിധിവരെ അറബി ഇസ്ലാമിക സുന്നി ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നതും ഇറാനിലെ ഒരു ഭരണമാറ്റം തന്നെയാണ്. അതെങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നോക്കൂ. കഴിഞ്ഞ രാത്രിയിൽ ഇറാനിലെ സ്റ്റേറ്റ് ടെലിവിഷന്റെ ആസ്ഥാനം ബോംബിൽ തകരുകയാണ്. അവിടുത്തെ സ്റ്റേറ്റ് ടെലിവിഷനിലെ ഒരു വലിയ ഫേമസ് പോപ്പുലർ അവതാരിക ഇമാമി അവിടെ വലിയ രീതിയിൽ ആന്റി ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാനെ വാഴ്ത്തിക്കൊണ്ടും ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ടുമുള്ള ഈ വലിയ രീതിയിലുള്ള വാക്ധോരണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, ലൈവ് ടെലികാസ്റ്റിന്റെ മധ്യയാണ് വലിയ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിൽ നിന്നും ആ ടെലിവിഷൻ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായതും അങ്ങനെ ഇമാമി ഓടി രക്ഷപ്പെടുന്നതുമായ ചിത്രങ്ങൾ. അതിനുശേഷം അവർ വെല്ലുവിളിക്കുന്നുണ്ട്, നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ വീണ്ടും ആക്രമിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നുണ്ട്. മറ്റൊരു കേന്ദ്രത്തിൽ ഈ വാർത്താ വിനിമയ പ്രക്ഷേപണം നടക്കുക. നോക്കൂ, എന്തുകൊണ്ട് ടെലിവിഷൻ കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിന്, ഇറാന്റെ ഭരണകൂടത്തിന് ഇറാന്റെ ജനതയോട് സംവദിക്കണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ്. അങ്ങനെ ടെലിവിഷൻ മാധ്യമത്തിലൂടെ നിരന്തരം ഇതെല്ലാം ഭദ്രമാണ്, നമ്മൾ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുന്നു എന്ന രീതിയിൽ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് ഇസ്രായേൽ ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ ടെലിവിഷൻ നിലയങ്ങളും തകർക്കുന്ന ഒരു സ്ഥിതിഗതികൾ വന്നാൽ ജനം അന്താളിച്ചു നിൽക്കും. എന്താണ് സംഭവിക്കുന്നത്, തങ്ങളുടെ രാജ്യത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പാടില്ലാതെ വരും. ഭരണകൂടം തന്നെ തകരും. കാരണം ഒരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിന് ടെലിഫോൺ മാത്രം പോരാ, അതിന് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഉണ്ടാകണം. ഔദ്യോഗികമായ ഭാഷ്യം എന്താണെന്ന് രാജ്യത്തെ ഭരണകൂടത്തിന്റെ നേതാക്കളെയും ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും എല്ലാം നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കാനുള്ള TV നെറ്റ്വർക്കാണ്. അതുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുമ്പോൾ പലപ്പോഴും പല രാജ്യങ്ങളും, മുൻപത്തെ പാകിസ്ഥാനിൽ ജനറൽ പർവേസ് മുഷറഫ് അധികാരം പിടിച്ചെടുത്തപ്പോൾ പാകിസ്ഥാൻ ടെലിവിഷനിലൂടെയാണ് അത് അദ്ദേഹം നാട്ടുകാരെ അറിയിച്ചത്. ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. അത് മാത്രമല്ല, ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും. ഷാ പഹലവിയുടെ കാലത്തേതുപോലെ ഒരു ഭരണകൂടം വരാനായി ജനങ്ങൾ ഒരുപക്ഷെ ഷാ പഹലവിയുടെ മകനെ തിരിച്ചു കൊണ്ടുവരാനുള്ള താല്പര്യം കാട്ടും. അതുകൊണ്ട് ജനങ്ങൾ ഇളകി പ്രക്ഷോഭത്തിലേക്ക് നടക്കും. ഒരു കൗണ്ടർ റെവല്യൂഷൻ തന്നെ തള്ളിക്കളയാനാവാത്തൊരവസ്ഥയാണ്. അത് ഇസ്രായേലിന്റെ ആഗ്രഹങ്ങളാണ്, പരമാവധി ആഗ്രഹം. ഓക്കെ, നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇറാനിയൻ പീപ്പിളൊക്കെ വളരെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ ജൂയിഷ് പീപ്പിളായാലും ഇറാനിയൻ കൾച്ചറായാലും വളരെ ആൻഷ്യൻ കൾച്ചറാണ് എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് നെതന്യാഹു സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു വിദേശ ചാനൽ നൽകിയ അഭിമുഖത്തിൽ നേരിട്ട് തന്നെ പറയുകയുണ്ടായി, ആങ്കറുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട്, ഖമേനിയുടെ അവസാനം എന്ന് പറയുന്നത് അത് പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ ഇറാനിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ തന്നെ സമാധാനത്തിലേക്കുള്ളൊരു തുടക്കമാകുമെന്ന രീതിയിലാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. അപ്പോൾ അങ്ങനൊരു ഖമേനിയെ നേരിട്ട് വധിക്കുന്നൊരു തരത്തിലേക്കുള്ള ഒരു ഓപ്പറേഷനിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഒരു ഭരണകൂടം തുടരുമ്പോൾ ഒരിക്കലും ഒരു ഭരണമാറ്റം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മസൂദ് പെസഷ്കിയാനെ മാറ്റിയത് കൊണ്ട് മാത്രം ഇറാനിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് റിലിജിയസ് ലീഡർഷിപ്പ്, അതാണ് പരമോന്നത നേതൃത്വം. അപ്പൊ അലി ഖമേനിയിലേക്ക് തന്നെയാണ്, ആ വ്യക്തിയിലേക്ക് തന്നെയാണ്. അതിന് പകരം മറ്റൊരു ആയത്തുള്ള അധികാരം ഏറ്റെടുത്തേക്കാം, പക്ഷെ അത് ശാശ്വതമാവില്ല എന്ന ഇസ്രായേൽ ചിന്തിക്കുന്നു. അതുകൊണ്ട് ആ സംവിധാനം, അതായത് റിലിജിയസ് ക്ലറിക്കുകൾ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനം, അത് മതവും രാഷ്ട്രീയവും ഭരണവും ഇക്കോണമിയും ബിസിനസ്സും എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഇറാനിൽ. അതൊരു കൺവെൻഷണൽ അർത്ഥത്തിൽ ഒരു ഭീകരവാദം എന്ന് പറയാനാവില്ല. ഒരു ഭീകര രാഷ്ട്രമല്ല ഇറാൻ, പക്ഷെ അതൊരു ഏകാധിപത്യ പ്രവണതയാണ് കാട്ടുന്നത്. മതഘടനകളാണ് രാഷ്ട്രീയത്തെയും രാഷ്ട്രത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു അന്തരീക്ഷം മാറ്റുക. അതുകൊണ്ടാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, ചരിത്രപരമായി ഇറാനിയൻ ജനതയോട്, അവർ പേർഷ്യൻസ് ആണ്, പൊതുവെ പേർഷ്യൻസ് ആണ്. പേർഷ്യൻസ് മാത്രമല്ല, അതിൽ ഖുർദ് ജനതയുണ്ട്, അർമീനിയൻ വംശജരുണ്ട്, അതുപോലെ പത്താൻ വംശജരുണ്ട്, പലതരം വംശജരുണ്ട്. എങ്കിൽ പോലും ഭൂരിപക്ഷവും പേർഷ്യൻ വംശജരാണ്. പേർഷ്യൻസുമായി ഇസ്രായേലിന് ചരിത്രപരമായി ബിബ്ലിക്കൽ കാലഘട്ടം മുതലേ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനം പലപ്പോഴും കിഴക്ക് നിന്നാണ് ആക്രമണം വന്നത്. ഇന്നത്തെ ബാഗ്ദാദ്, അത് അവിഭക്ത പേർഷ്യയുടെ ഒക്കെ ഭാഗമാണ് ബാഗ്ദാദ് എന്ന് പറയുമ്പോഴും, നെബുക്കദ്നേസറിന്റെ സമയത്ത് BC 5-ാം നൂറ്റാണ്ടിൽ ആക്രമണം നടന്നു, 6-ാം നൂറ്റാണ്ടിൽ ആക്രമണം നടന്നു. അപ്പോൾ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിലേക്ക്, ബാബേൽ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ മക്കൾ പോവുകയാണ്. അവിടെ നിന്നും ആ ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ച് നാട്ടിലേക്ക്, ജെറുസലേമിലേക്കും ഇസ്രായേലിലേക്കും തിരിച്ചയച്ചത് മഹാനായ കോറഷാണ്, കോറസ് ദ ഗ്രേറ്റ്, സൈറസ് ദ ഗ്രേറ്റ്. അപ്പൊ സൈറസ് ദ ഗ്രേറ്റ് പേർഷ്യൻ രാജാവാണ്. പേർഷ്യയുമായി എക്കാലത്തും ഒരു ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്നു, ഇണങ്ങി പിണങ്ങിയൊക്കെ നിന്നു. അത് മാത്രമല്ല,
പേർഷ്യ എന്ന രാജ്യം, ഇറാൻ എന്ന ആധുനിക രാജ്യമാണ് ആദ്യമായി അറബിൽ ഇസ്ലാമിക ലോകത്ത് ഇസ്രയേൽ എന്ന ഭൗമരാഷ്ട്രത്തെ ആദ്യമായി ഔപചാരികമായി അംഗീകരിച്ച മുസ്ലിം രാജ്യമെന്ന് ഓർക്കണം. അതുകൊണ്ട് ആ ബന്ധം ഇറാൻ ഷായുടെ കാലത്ത് വളരെ ഊഷ്മളമായിരുന്നു. ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു, വ്യാപാര ബന്ധം എല്ലാം ഉണ്ടായിരുന്നു. അത് മാറി കഴിഞ്ഞ 46 വർഷമായി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആ ബന്ധം തീർത്തും വഷളായത്. ഒരിക്കൽ കൂടി ആ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആഗ്രഹം നെതന്യാഹു പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിരന്തരമായി ഇറാനിയൻ ജനതയോടാണ് നെതന്യാഹു സംസാരിക്കുന്നത്. യു ഡിസേർവ് സംതിങ് ബെറ്റർ. ഈ ഭരണമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹമൊത്ത ഒരു ഭരണം ഉണ്ടാകും. അതിന് നിങ്ങൾ ഈ ഗവൺമെന്റിനെ മാറ്റണം. അങ്ങനെ മാറ്റി നിങ്ങൾ സ്വാതന്ത്ര്യം വീണ്ടെടുക്കണം. ഒരുപക്ഷെ ഒരു ജനാധിപത്യ തരത്തിലുള്ള തെരഞ്ഞെടുപ്പും ഒരു പുതിയ സർക്കാരും ഒക്കെ തന്നെയായിരിക്കും. ഒരുപക്ഷെ അമേരിക്ക അനുകൂല നിലപാടെടുക്കുന്ന, പാശ്ചാത്യ അനുകൂല നിലപാടെടുക്കുന്ന, കടുംപിടുത്തങ്ങൾ ഒഴിവാക്കുന്ന, ഇറാന്റെ ഒരു ഫണ്ടമെന്റലിസ്റ്റ് രീതികളിൽ നിന്നും ഇപ്പോഴത്തെ രീതികളിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന ഒരു ഭരണകൂടം ഒരുപക്ഷെ ഇസ്രയേലിന്റെ മനസ്സിലും പദ്ധതിയിലും ഉണ്ടായിരിക്കും. ഇതാണ് ആത്യന്തികമായി ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നത്. അത് സാധിക്കണമെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് തകരണം. ഇറാൻ ഒരുപക്ഷെ ചർച്ചയ്ക്ക് സന്നദ്ധമാകണം. ചർച്ചയ്ക്ക് സന്നദ്ധമാണെങ്കിലും പരമാവധി സംഭവിക്കുന്നത്, ഇപ്പോൾ അമേരിക്ക പറയുന്നു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇറാനും പറയുന്നു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇസ്രായേൽ ആക്രമണം നിർത്തണം. അമേരിക്ക പറയുന്നു ഇപ്പോൾ ആക്രമണം നിർത്തേണ്ട കാലമായിട്ടില്ല. അതുകൊണ്ടാണ് ഒരു വെടിനിർത്തൽ ഒരു നയരേഖ G7 സമ്മേളനത്തിൽ അംഗീകരിക്കാൻ ശ്രമിച്ചത്. അമേരിക്ക ഏകപക്ഷീയമായി ഇടപെട്ട് തടയുകയും അങ്ങനെ ഒരു ജോയിന്റ് ഡിക്ലറേഷൻ ഇല്ലാതെയാണ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങിയിരിക്കുന്നത്. GCCയും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉടനടി സമാധാനം ഉണ്ടാകണം, വെടിനിർത്തൽ ഉണ്ടാകണം. ഇത് രണ്ട് രാജ്യങ്ങളും ഇറാനോ ഇസ്രയേലോ ഇപ്പോഴത്തെ നിലയിൽ അത് ചെവിക്കൊള്ളാൻ സാധ്യതയില്ല. പരമാവധി ഇറാൻ ആഗ്രഹിക്കുന്നത് വെടിനിർത്തൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും അമേരിക്കയുമായി ഒരു ആണവ ചർച്ച ഉണ്ടാവുകയും കുറച്ചുകൂടി കാര്യങ്ങൾ 6ാം റൗണ്ട് 5 റൗണ്ടുകൾ കഴിഞ്ഞു. 6ാം റൗണ്ടാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. 6ാം റൗണ്ട് 7ാം റൗണ്ട് 8ാം റൗണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയും, പക്ഷെ അതൊരു നോൺസെൻസ് ആയി ഇസ്രായേൽ കരുതുന്നു. കാരണം ആ ഒരു സമയം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിലേക്കും ഇപ്പോൾ 60% എത്തി നിൽക്കുന്ന ആണവ സമ്പുഷ്ടീകരണം 90% യുറേനിയം 235 വികസിപ്പിച്ചെടുത്താൽ അത് വെപ്പൺ ഗ്രേഡ് തന്നെയാണ്. അത് ഇസ്രായേലിന് വലിയ ഒരു ഭീഷണിയാണ്. അതുകൊണ്ടാണ് താൽക്കാലിക പരിഹാരങ്ങളല്ല ഇസ്രായേൽ ഒരുപക്ഷെ തേടുന്നത്. വലിയേട്ടനായ അമേരിക്കയുടെ സഹായത്തോടുകൂടി ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലെ ആണവ നിലയങ്ങൾ പൂർണ്ണമായി തകർക്കുകയും, അങ്ങനെ തകർന്ന ആണവ നിലയങ്ങൾ ഇനി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇറാൻ വഴിയെ വരും. അവർ ചർച്ചയ്ക്ക് സന്നദ്ധമാകും, അല്ലെങ്കിൽ ഇറാന്റെ ഭരണകൂടം സ്വയം മാറിപ്പോകും, അല്ലെങ്കിൽ അവിടെ ഒരു വിപ്ലവം വന്ന് അത് മാറും എന്ന ആത്യന്തികമായ ഒരു സെനാരിയോ ഇസ്രായേൽ സ്വപ്നം കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയൊക്കെ എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് ഒരിക്കലും നടക്കില്ല. ഇറാൻ പ്ലാൻ ചെയ്യുന്നത് പോലെയോ ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നത് പോലെയോ കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല. എങ്കിൽ പോലും വ്യക്തമായ പദ്ധതിയും രൂപരേഖയും അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ കഴിഞ്ഞ 100 മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാനെ ആക്രമിച്ചത്. അത് ഇസ്രായേൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പക്ഷെ പൂർണ്ണമായ യുദ്ധവിരാമത്തിനുള്ള ഒരു അന്തരീക്ഷവും ഇപ്പോൾ കാണുന്നില്ല. ഇറാനും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഏൽപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് ഇറാൻ പക്ഷം ഇസ്രായേൽ പക്ഷം എന്ന രീതിയിൽ ഇതൊരു കളിയായി, ഒരു ഗെയിമായി ഈ മലയാളികൾ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആളുകൾ കാണാതെ ഇരിക്കട്ടെ. ഇത് ഒരു രീതിശാസ്ത്രത്തിന്റെ ഒക്കെ കാര്യമാണ്. അതുകൊണ്ട് സമാധാനം ആ മേഖലയിൽ പൂർണ്ണ സമാധാനം ഉണ്ടാകട്ടെ. ഒരു ആണവ വിപത്തിൽ നിന്നും ലോകം രക്ഷപ്പെടട്ടെ. ഇസ്രായേലും ഇറാനും സംയമനം പാലിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാനാവൂ.